ഓക്കെ, അങ്ങനെയാണല്ലേ മേഡം. മേഡം, ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ അടുത്തൊരു തലമുറയ്ക്ക് മേഡത്തിന് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഉപദേശം എന്താണ്? ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ ബ്രില്യൻറ്റും എഫിഷ്യൻറ്റും ഹൈലി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഗ്രഹിക്കാനൊക്കെ കഴിവുള്ള നല്ല ഒരു ജനറേഷൻ കുട്ടികളാണ്. എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ പാരൻസിനെ മറക്കരുത്. കാരണം നമ്മൾ അവരുള്ളിടത്തോളം കാലമേ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു കുട്ടി എന്നുള്ളൊരു ഫീല് വരുള്ളൂ. അപ്പം നമുക്കൊരു നമ്മുടെ പാരൻസൊക്കെ നമ്മളെ വിളിക്കുമായിരിക്കും, ഫോണൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് തിരക്കാണെന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് കട്ട് ചെയ്യാതെ അവർക്ക് വേണ്ടിയുള്ളൊരു സ്പേസ് എപ്പോഴും കൊടുക്കണം. കാരണം കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില അറിയുള്ളൂ എന്ന് പറയുന്നത് പോലെ. കറക്റ്റ്. മേഡത്തിലെ ഇതുവരെ സംസാരിച്ച ഒരു ഇതിൽ എനിക്ക് മനസ്സിലായത്, മേഡം വളരെയധികം പാരൻസായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു തോന്നുന്നത്. അതായത് അച്ഛനുമായിട്ട് കൂടുതൽ ആണെന്ന് തോന്നുന്നു. അച്ഛനും മേഡവും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, അതായത് സ്നേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാമോ? അയ്യോ, അതൊരു കാര്യമായിട്ടല്ല. എന്തെങ്കിലും ഒന്ന് നമുക്ക് എന്താ പറയാ, ഒന്നൊന്നല്ലേ, എത്ര ആയിരം കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ വയ്യാതെ ആയപ്പോൾ കയ്യിൽ നിന്ന് പോകുമെന്ന് പാരലൈസ് ആയി പോയിരുന്നു എൻ്റെ അച്ഛൻ കഴിഞ്ഞൊരു ലാസ്റ്റ് ഇയർ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ, ഈവൻ ഫിനാൻഷ്യലി പോലും സീറോ ആയിരുന്നു. ആ ഒരു സ്റ്റേജിൽ നിന്നും തിരിച്ചച്ഛനെ കൊണ്ടുവരാൻ പറ്റും എന്ന് പലരും നെഗറ്റീവായി പറഞ്ഞതിൽ കൂടി എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ മുകളിലും ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ആ ഒരു മുന്നേറ്റത്തിൽ എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. അച്ഛനിപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അച്ഛൻ എന്നെ കുട്ടിക്കാലത്ത് തന്നെ വീണപ്പോഴൊക്കെ പിടിച്ച് കൊണ്ട് നടത്തിച്ച ആളല്ലേ. അപ്പം അച്ഛൻ വീഴുമ്പോൾ അച്ഛനെ നടത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ. അങ്ങനെ ഇതിലപ്പുറം ഞാൻ എന്താ പറയുക. ഓക്കെ മേഡം, ഒരുപാട് വർഷം മേഡത്തിൻ്റെ അച്ഛനോട് കൂടെ ജീവിക്കാൻ മേഡത്തിന് പറ്റട്ടെ. എന്തായാലും താങ്ക് യു മേഡം.